ചാനൽ. സോ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഫുട്ബോളിൽ കോയിൻസ് ഒന്നും മര്യാദയ്ക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കിന്ന് എൻ്റെ കയ്യിൽ നല്ലൊരു മാനേജറും ഇല്ല ഗൈസ്. അത്യാവശ്യം നല്ലൊരു സ്ക്വാഡുണ്ട്, പക്ഷെ നല്ലൊരു മാനേജർ ഇല്ല ഗൈസ്. അതുകൊണ്ട് ഞാനൊരു 3K കോയിൻസ് സേവ് ചെയ്യുന്ന ഒരു ചാലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളോടൊപ്പം ഞാൻ ഷെയർ ചെയ്താണ് ആ 3K കോയിൻസിൻ്റെ ചാലഞ്ച് എടുക്കുന്നത്. അല്ലേ എന്നെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ഞാൻ ആ 3K കോയിൻസിൻ്റെ ചാലഞ്ച് ഇന്ന് മുതൽ ആരംഭിക്കാൻ പോവുകയാണ്. അന്നേരം നമ്മൾ അതിൻ്റേതായ കാര്യങ്ങൾ പിന്നെ ഈ ഫുട്ബോൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിന്ന് കയറിയായിരുന്നു. ഞാൻ നേരത്തെ റെക്കോർഡ് ചെയ്ത വീഡിയോ ട്രാഷായി പോയതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ കയ്യിൽ 20 കോയിൻസ് ഉണ്ടായിരുന്നു. 10 കോയിൻ ലോഗിൻ ബോണസ് കിട്ടി. 10 കോയിൻ കളക്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആഡ്രിവാഡിൽ നിന്ന് കോയിൻസ് ഒന്നും അടിച്ചില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മൾ കളക്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ നാളെ തൊട്ടാണ് ഇട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഇന്നെന്തായാലും ഇനിയിപ്പോൾ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. കാരണം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. പിന്നെ പ്ലെയർ ഓഫ് ദ ഡേയുടെ ഒരു ഫ്രീ ട്രൈ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രീ ട്രൈ കൂടെ നമ്മൾ കളിച്ചെടുത്തിട്ടുണ്ട്. നാളെ വരാൻ പോകുന്ന പ്ലെയർ ഓഫ് ദ ഡേയുടെ ഫ്രീ ട്രൈ. അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളാണ് എനിക്ക് പ്രചോദനം നൽകി എന്നെ മുമ്പോട്ട് നയിക്കേണ്ടത്. ഞാൻ എൻ്റെ സ്ക്വാഡ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ സ്ക്വാഡെന്ന് പറയുന്നത്. ഇതിൽ മിക്ക നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഗൈസ്. 500 കോയിന് ക്യാപ്റ്റനെ അടിച്ച്, 100 കോയിന് ഹസാഡിനെയും കിട്ടി, ഫ്രീ ട്രയൽ കോമനെയും കിട്ടി ഗൈസ്. അതുകൊണ്ട് ട്രഷറിൽ നിന്ന് ചിരിനെയും കിട്ടി. അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ. $122 റേറ്റിംഗ് പോകുന്നൊരു സ്ക്വാഡാണ് ഗൈസ് എൻ്റെ. നല്ലൊരു മാനേജർ മാത്രമില്ല ഗൈസ്. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ഈ ചാലഞ്ച് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. അന്നേരം നമ്മുടെ ഒരു മാച്ച് കളിക്കാം ഗൈസ്. നമ്മൾ ഇന്നെന്തായാലും തുടങ്ങിയതല്ലേ, ജസ്റ്റ് ഒരു മാച്ച് കളിക്കാം ഗൈസ്. PvP ഡിവിഷൻ തന്നെ കളിക്കാം. വേറെ ഒന്നും കളിക്കാമൊന്നും ഇല്ല ഗൈസ്. നമുക്ക് PvP ഡിവിഷൻ തന്നെ കളിക്കാം. ഇതാണ് ഗൈസ് ഞാൻ ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഞാൻ ഡിവിഷൻ 3 കയറിയായിരുന്നു. അപ്പം നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ഒപ്പോണന്റ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസീവ് കൊടുത്തു വിടാം. 3202 ഗൈസ് ഒപ്പോണൻ്റെ സ്ട്രെങ്ത് പോകുന്നത്. എനിക്ക് എന്തൊക്കെയാണ് നമുക്ക് വഴിയെ കാണാം ഗൈസ്. തോക്കുകയോ ജയിക്കുകയോ. ഒരു മാനേജറിൻ്റെ അഭാവം അപ്പോഴും എനിക്കുണ്ട് ഗൈസ്. അതായത് മാനേജർ എനിക്കില്ല. അതുകൊണ്ടാണ് ഒപ്പോണൻ്റെ സ്ക്വാഡൊന്ന് നോക്കാം. വാംബാസ് എൻ്റെ മോനെ നൈസ് സ്ക്വാഡാണ്. സാബിയസ്റ്റർ, മാർക്കിനസ്, ഒലിവർ ഖാൻ, സെർജീനിയോ, സാബി അലോൺസോ, ഡിലൈറ്റ്, മെസ്സി, ക്ലോപ്പാണ് ഗൈസ് മാനേജർ. പൊസഷൻ ഗെയിമിങ്, റൊണാൾഡീന്യോ. ഫ്രാൻസിൻ്റെ പാക്ക് തൂത്തേക്കുന്നു. ക്രിസ്റ്റ്യൻ അബിയാട്ടി, മാനുവൽ അക്കാഞ്ചി, സ്റ്റീഫൻ ജെറാർഡ്, പിന്നെ ബെക്കംബോറുണ്ട്. സ്കോഡ് വരുന്നത് നമുക്കെന്തായാലും കളിച്ചു നോക്കാം. നമ്മുടെ ഈ ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ സ്കോഡ് കിടക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കാം ഗൈസ്. അല്ല ഗൈസ്, എനിക്കൊരു അത്ഭുതം. എൻഗോളോ കാണ്ടേ $102 റേറ്റിംഗ് പോകുന്നത് പോലെ. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് എത്തിയതെന്ന് പറയുന്നത്. അത് നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മാച്ച് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ മാച്ചുകൾ സ്റ്റാർട്ടായിട്ടുണ്ട്. എന്ത് പറ്റില്ല. നല്ല ലാഗുണ്ടല്ലോ. നല്ല ലാഗുണ്ട് കളിക്കുമ്പോൾ.
അതുകൊണ്ടാണ് ഗൈസ് ഇങ്ങനെ നല്ല കാട്ടിലാകുണ്ട് ഗൈസ്. ലാഗുണ്ടോ ടി വിന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഐ ഹാവ് ഫ്രീക്കിംഗ് ലാഗ് ത്രൂ വൺ ഫിസിക് ക്ലിയർ നെക്സ്റ്റ് മീൻസ് സ്വാട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ത്രോയിൽ നോക്കാണ് വിളച്ചിരിക്കുന്നത്. നമ്മുടെ ത്രോയാണ് അതിന് ഭംഗി ഓർമ്മ. ന്യൂസ് കിട്ടിയില്ല. തരുന്നില്ല. വീക്കോസ്റ്റനൊക്കെ ഇറക്കിയേക്കുന്ന കളിക്കാനൊക്കെ നല്ല വേറെ പച്ചും സെർജിനി കാട്ടിലാക് ഈ ദേഷ്യം കയറി വരുന്ന ദിവസം എങ്ങനെ അത്രയും ഫിസിക്കുള്ള അതെങ്ങനാവ കൊണ്ടുപോയി ആട്ടം എല്ലാം ചത്തിരുന്നാണ് ഒരുത്തന്നെ എന്നാൽക്കൊരു ക്ലാസ് നേരെ ചെയ്യാൻ അറിയത്തില്ല. പണിയാണ് ഗൈസ്. ഇത് കൊനാമിയുടെ മടലെടുത്ത് അടിച്ചു കൊല്ലണം ഗൈസ്. ഇത് നമ്മുടെ മറ്റൊരു പരിപാടിയാണ്. ഭയങ്കര മറ്റൊരു പരിപാടിയാണ്. വരുന്നതേ ഉള്ളൂ. പഠിച്ചെടുത്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാവുന്ന പ്രശ്നം പറഞ്ഞില്ല. കണ്ണി ഇത് ഭയങ്കര മറ്റേടത്ത് പരിപാടി കേട്ടോ. ഭയങ്കര സ്ക്രിപ്റ്റാണ് ഈ കളി. ഞാൻ കളിക്കുന്നില്ല ഈ കളി. മാറി പിടിച്ചത് ഞാൻ വല്ലതും ചെയ്ത സ്ക്രിപ്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചു ഇത് മറ്റേ സ്ക്രിപ്റ്റാണ്.
പുറകിൽ നടക്കുക. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് ചെയ്യണം. ഒരു വിഷമം എല്ലാവരും സ്ക്രിപ്റ്റ് ഇനി അങ്ങ് കവട്ടോറും സേവിക്കുന്ന ഈ അടി എതിലേക്കൂടെ പോകുന്നതാണ് ഈ എനിക്ക് അറിയാൻ വയ്യ. മിസ്റ്റർ റോയ് ഒന്നും കണ്ട അവൻ്റെ അണ്ണാക്കിലോട്ട് എനിക്കൊരു കോടിക്കൂടി. എന്താണത്? സ്ക്രിപ്റ്റ് ഗെയിമിനെ നശിപ്പിക്കുക. എനിക്കറിയാൻ പോയി സത്യം പറയണമെന്ന് എനിക്കറിഞ്ഞു. സ്ക്രിപ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടില്ലാത്ത തങ്ങളൊക്കെ കുത്തടി ഇത് മതി. ഇവൻ്റെ അണ്ണാക്കിലോട്ട് ഒരെണ്ണം കൊട്ടുക്കണം. ഒരെണ്ണം കൊട്ടാൻ നെക്സ്റ്റ് ആപ്പിൻ്റെ പ്രശ്നമാണ്. ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെയും കയറ്റി വെക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഫസ്റ്റ് കാണിക്കുന്ന രീതിയിലാക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഓപ്പൺ കയറ്റി പോകുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഫസ്റ്റത്തെ റെക്കോർഡിങ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ഭയങ്കര ലാഗായിരിക്കും. ഞങ്ങളിതിൽ ഗെയിമിനെ നശിപ്പിച്ച് കഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കഷ്ടമാണ്. എന്തൊക്കെ വെച്ച് പറയാനുണ്ട് എനിക്ക് തന്നെ അറിയാൻ കഴിയും. അതിൻ്റെ പ്ലെയർ കളിയുമൊക്കെ കരച്ചിലും വരുന്നു. എൻ്റെ പ്ലേസ് കളിക്കാറില്ല ഗൈസ്. അവൻ്റെ പ്ലേസ് കളിക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് ദേഷ്യം കയറി വരുന്നത്. അറിയാം അവൻ്റെ അപ്പൂപ്പ ഇരിക്കുന്ന
തോൽവി ഞാൻ സമ്മതിക്കത്തില്ല ഒരിക്കലും. കാരണം അത് അമ്മാതിരി ചങ്ങായി കളിയാണ്. പോയി 3-1 തോറ്റതൊക്കെ തോറ്റ് പോട്ട് തുല്യം. ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്ര ഉള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാ ദിവസവും ഇതേപോലെയുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.